ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വണക്കം. ഇന്ന് നമ്മളൊരു വത്തക്കുളമ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വത്തക്കുളമ്പ് അറിയുന്ന സാധനം. ഇതിങ്ങനെ ഉണക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. പാവക്കൻ്റെ പോലെ ഒരു കയ്പും ഉണ്ടെന്നാൽ നല്ല ചാറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യമായ സാധനം: കറിവേപ്പില, ഉണക്കമുളക്, പച്ചമുളക്, കായപ്പൊടി, പിന്നെ കടുക്, ചെറിയ ജീരകം, ഉലുവ, മല്ലിപ്പൊടി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി ജ്യൂസ് അടിച്ചത്, ആവശ്യമായിട്ടുള്ള വെള്ളം, പിന്നെ ശർക്കര കേട്ടോ വേണ്ടത്, അതില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര, ഉപ്പ്, പിന്നെ ഒരു ചട്ടി. അപ്പോൾ അതാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതും വത്തക്കുളമ്പ് അങ്ങനെ ഇത് നല്ലോണം ചൂടായിട്ടോ. ഈ സാധനം അതിൻ്റെ പേര് എനിക്കറിയില്ല, വത്തക്കുളമ്പാണ് പറയുന്നത്. അത് നല്ലോണം ചൂടായിട്ടുണ്ട്. അത് നമ്മൾ കോരി മാറ്റാം. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ കടുക്, ഉലുവ, പെരുംജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, അപ്പോൾ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ തക്കാളി ജ്യൂസ് അടിച്ചതാട്ടോ. ഇതെല്ലാം നല്ലവണ്ണം പച്ചമണം മാറി നമുക്ക് പുളിവെള്ളം വെച്ചിട്ടോ. നെല്ലിക്ക വലുപ്പത്തിലുള്ള
പുളിയാട്ടെടുത്തത്. അപ്പോൾ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി, നല്ലോണം തിളച്ച് വരട്ടെ. കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളം ഊറ്റുക. അപ്പോൾ നമുക്ക് തിളച്ചിട്ടുണ്ടോ നോക്കുക. നല്ലോണം തിളച്ചിട്ടുണ്ട്. സമയത്ത് നമുക്ക് വറുത്ത് കോരി വെച്ച ഇതിടാം. പിന്നെ ശർക്കര കുറച്ച് വേണ്ട. അപ്പോൾ ശർക്കര ഇല്ല, അപ്പോൾ കുറച്ച് ഷുഗർ. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വത്തക്കുളമ്പ് റെഡി. നല്ല ചൂട് ചോറൊക്കെ സാപ്പിട്ടാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.